നിരന്തരമായി മൈക്കുരിക്കുന്നത് ശരിയായി ധരിക്കാത്തത് ഒന്നും കാണുന്നില്ലെന്ന് കരുതണ്ട. നിങ്ങൾ പ്രശസ്തമായ ഒരു TV ഷോയുടെ ഭാഗമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിങ്ങളിൽ ആർക്കും ഒരു പ്രത്യേകതയും ഇല്ല. എല്ലാവരും ഇവിടെ തുല്യരാണ്. നിയമങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരുമാണ്. അല്പം മുൻപ് ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയുന്നത് ഇവിടെ നിന്ന് പോകണമെന്ന്. അല്പം മുൻപ് ഇവിടെ നടന്ന വഴക്കും നിങ്ങള് സ്വയം പുറത്തു പോകണമെന്ന ചിന്തയിൽ തമ്മിൽ എന്താ ബന്ധം? വേറൊന്നുമില്ല. ബിക്കോസ് ഈ അനുമോള് പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഡ്രാമ ചെയ്തിട്ട് ബാലനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എനിക്കും ജിസേല് തന്നേക്കുന്നത് ഫുൾ അധികാരത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആണ് പുള്ളിക്കാരത്തി ഈ 2 ദിവസങ്ങളിലായിട്ട് അതിൽ നമ്മളെ മാക്സിമം ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് തുടയ്ക്കാനായിട്ടുള്ള അധികാരം, ടച്ച് ചെയ്യാനായിട്ടുള്ള അധികാരം ഇവിടെ ആരും കൊടുത്തിട്ടില്ല. എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. ബിഗ് ബോസിന് യാതൊരു വിധത്തിലുള്ള ഒരു റെസ്പെക്ട് ഇല്ലാണ്ട് പറയുന്ന സമയത്ത് ഇവിടെ നടന്ന വഴക്കും തമ്മിൽ എന്താണ് ബന്ധം? ബിഗ് ബോസ് ഇപ്പം ഞാൻ പറഞ്ഞത് അനുമോള് ഇപ്പം 6th ക്ലാസ് വോൾട്ടിന് എന്താ പറയാ ഒന്നില്ലെങ്കിലും ബിഗ് ബോസ് ഡെഫിനറ്റ്ലി ഒരു എന്താ പറയാ ഒരു ആക്ഷൻ അല്ലെങ്കിൽ നോമിനേഷൻ എന്ന രീതിയിൽ കൊടുക്കുന്നത്. കാരണം ഇത്രയും വലിയ ഇവിടെ വേറെ ആരും ചെയ്യാത്തൊരു വലിയൊരു മിസ്റ്റേക്കാണ് അനുമോള് ചെയ്തേക്കുന്നത്. അപ്പം എൻ്റെ ആ ഒരു പ്രഷറിൽ ഞാൻ പറഞ്ഞു ഇൻ കേസ് ഈ അനുമോൾക്ക് മാത്രം ഒരു പ്രത്യേകത ഉള്ള രീതിയിലാണ് അനുമോൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാവരുടെയും ഉപദേശിച്ചെങ്കിലും അനുമോൾ ഇങ്ങനെ എനിക്ക് എന്തോ വലിയൊരു സംഭവം ഉണ്ടെന്നുള്ള രീതിയിലാണ് അനുമോൾ ഇത്രയും നാൾ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ചില സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ ക്യാപ്റ്റനെ പോലും വകവയ്ക്കാണ്ട് പല കാര്യങ്ങൾ ചെയ്തപ്പോഴും അനുമോൾക്ക് യാതൊരു വിധത്തിലുള്ള കൂസലില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തൊരു വ്യക്തിക്ക് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ആ ഒരു വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് വേറെ പലരും എനിക്കിപ്പോ പറയുന്നത്. നിങ്ങൾ എന്താണ് ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് അനുമോളെ എവിക്റ്റ് ചെയ്ത് വിടുക അല്ലെങ്കിൽ അനുമോളെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നോമിനേഷൻ ചെയ്തില്ലെങ്കിൽ